ഹിസ് ഹൈനസ് ദ പ്രസിഡൻറ്റ് നേരിട്ട് പോയാണ് എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹവും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം പേഴ്സണലി വെരി സ്ട്രോങ് ആൻഡ് കമേഴ്ഷ്യലി ബൈലാറ്ററൽ വെരി സ്ട്രോങ്. അപ്പോൾ ഇവിടെ 4.5 മില്യൺ 45 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. ഗൾഫിൽ മുഴുവൻ GCCയിൽ മുഴുവൻ മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അഭിമാനമാണ് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ്. ഈ ക്രൈസിസ് നമ്മൾക്കറിയാം, ഇത്രയും വലിയൊരു ക്രൈസിസ് ഇവിടെ നടന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലാ രാജാക്കന്മാരെയും വിളിക്കുകയും UAE പ്രസിഡന്റിനെ അടക്കം UAE പ്രസിഡന്റിനെ വിളിച്ചു. അതുപോലെ GCCയിലെ എല്ലാ ഭരണകർത്താക്കളെയും രാജാക്കന്മാരെയും വിളിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട്, അത് നമുക്കൊരു സ്ട്രെങ്ത്താണ്. ഇന്ത്യൻസ് ഇവിടെ ജീവിക്കുന്ന ഇന്ത്യൻസിന് അതൊരു സ്ട്രെങ്ത്താണ്. അദ്ദേഹം എല്ലാ സപ്പോർട്ടും GCC രാഷ്ട്രങ്ങൾക്ക് അവിടെ രാജാക്കന്മാരോടും പറഞ്ഞത്. പിന്നെ സിപ്പ സൈനിങ്ങിന് ശേഷം ഇന്ത്യയും UAEയുമായിട്ട് ട്രേഡ് റിലേഷൻ വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. ഇതൊരു ഹബ്ബാണ്. ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരികയും യൂറോപ്പിലേക്കും മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും എക്സ്പോർട്ട് നടത്തുകയാണ്. വലിയ ഫെസിലിറ്റികൾ അതിനുവേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോറിഡോർ വരികയാണ്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ വരികയാണ്. അതൊക്കെ പുതിയ ഇനീഷ്യേറ്റീവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ക്രൈസിസ് ഉണ്ടായിട്ട് ഈ ഗൾഫിലൊന്നും ഒരു സാധനങ്ങൾക്കും ഒരു കുറവ് വന്നിട്ടില്ല. ഭക്ഷണ സാധനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ, മറ്റ് ഫെസിലിറ്റികൾ, ഭക്ഷണ സാധനങ്ങളെല്ലാം സുഭിക്ഷമായിട്ടുണ്ട്. ഇവിടെ ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല. ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോയി കണ്ട് അദ്ദേഹത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേഴ്സണലായിട്ടും എൻ്റെ ഗവൺമെൻറ്റും ഈ ഗൾഫിലെ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിന് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി. പിന്നെ UAEയുടെ ഫൗണ്ടർ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഫാദർ, അദ്ദേഹം ഒരു വിഷണറി ലീഡറായിരുന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനായിരുന്നു. അതേ മതത്തിനെയാണ് അദ്ദേഹത്തിൻ്റെ മകനും UAEയുടെ പ്രസിഡൻറ്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അവർകൾ. അദ്ദേഹം ഒരു വിഷണറിയാണ്, അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനാണ്. അദ്ദേഹവും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും വളരെ ദീർഘദൃഷ്ടിയുള്ള പ്രധാനമന്ത്രി ഈ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായി വളരെയധികം ബന്ധവും അടുപ്പമാണ്. GCC മാത്രമല്ല, മറ്റ് ഈജിപ്ത് നോക്കിയാലും ശരി, അതല്ലെങ്കിൽ ജോർദാൻ നോക്കിയാലും ശരി, എല്ലാ രാജ്യങ്ങളിലും വളരെ അടുപ്പമാണ്. അതെല്ലാം നമ്മുടെ ഇന്ത്യക്കാർക്കൊരു അഭിമാനമാണ്.